പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സന്ധ്യാസമയത്ത് ഞാനൊരു ലൈവിൽ വരികയാണ്. ഒരു മനപ്രയാസം കൊണ്ടാണ് ചില ചർച്ചകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ യഥാർത്ഥ ചർച്ച കുറച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ 2 വയസ്സ് വരെ വളർത്തി കൊണ്ടുപോയി വിട്ട ആ പെങ്കൊച്ചു വരെ എനിക്കെതിരെ വന്നു. കാരണം സത്യം ലോകം അറിയരുത്. അതാണ് ഇന്നത്തെ എൻ്റെ ആഗ്രഹം. വേണ്ട, കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞു. ഞാനിപ്പോൾ വരാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ഇവിടെ ഒരു പള്ളിയിൽ 2 പുരോഹിതന്മാർ തമ്മിൽ മദ്ബഹായിൽ കുസ്തി പിടിച്ചു. അതിനെക്കുറിച്ച് ഒരാൾ അഭിപ്രായം എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? സാധാരണ വിശ്വാസികൾക്ക് മാത്രമേ പള്ളിയെന്നോ പരിശുദ്ധ മദ്ബഹ എന്നുള്ള ചിന്തയുള്ളൂ. പുരോഹിതന്മാർക്ക് അതൊരു ജോലി സ്ഥലം. ആ ജോലി കഴിഞ്ഞ ഉടനെ അവരിറങ്ങിപ്പോവും. അവർക്ക് വേറെ ചിന്തിക്കുക, അവിടെ ദൈവമാണ് ആരാ ഉള്ളതെന്നോ അവൻ്റെ അവർ സംശയിക്കുന്നുണ്ടോ? അവർ പഠിച്ചത് അവിടെ കാണാപ്പാടോ നോക്കി വായിച്ച് ചിറങ്ങിപ്പോകും. പിന്നെ കല്ലറ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലപ്പോഴിതാ, ഇന്ന് എത്ര കല്ലറയും നോമ്പുണ്ട്, എന്തുവാ 2000 രൂപ ഒരു കല്ലറ നോമ്പ് വെക്കുന്നതിന് കിട്ടും. ഓട്ടോ സഭയിൽ, വേറെ ഒരു സഭയിലും ഇല്ലാത്ത പോലെ. കാരണം ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കല്ലറയിൽ ആ ശവശരീരം അഴുകി എല്ലാം നശിച്ചു പോയി. പിന്നെ ആ കൽക്കട്ടിൻ്റെ മുന്നിൽ പോയി ധൂപം വെച്ച് ബലി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുവാ? അതാണ് വിഗ്രഹാരാധന ഒരു വിധത്തിലുള്ളത്. വേണ്ട, ഞാൻ പറയുന്നില്ല ഓട്ടോ സഭയിലെ പുരോഹിതന്മാരും മറ്റന്മാരും കാശുണ്ടായിക്കോട്ടെ, എനിക്ക് അതിനകത്ത് വിഷമില്ല. പക്ഷെങ്കിൽ ഈ മദ്ബഹായിൽ അടി ഉണ്ടാക്കിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു നല്ല മാന്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജൻ മാത്യു. അപ്പോൾ അവന് എനിക്കിട്ട മെസ്സേജ്, ആവുന്ന കാലത്ത് വെടിവെച്ച് നടന്നേച്ച് ഇപ്പം വേദവാക്യവും അല്ല മറ്റ് പല പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. മകളെ, ഞാൻ എന്തായാലും മറുപടി പറയണ്ടേ? അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ മോനെ, എനിക്ക് ഓർമ്മയില്ല, ഞാൻ വെടിവെക്കാൻ പോയ കൂട്ടത്തിലുണ്ടായതാണോ നീ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആരും എന്നെ പരിചയപ്പെടുത്തിയിട്ടുമില്ല, ഇതിനെ ഞാൻ അറിയിച്ചില്ല. ഇവൻ അവൻ്റെ മാനസികരിപ്പ് എന്താണെന്നുള്ളത് പുറത്ത് പള്ളി പട്ടക്കാരുടെ കാര്യമല്ല, അത് പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് പറയാ, നിൻ്റെ താഴത്തെ രോമം പോലും നരത്തിൻ്റോടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ കാണിച്ചിട്ടില്ല, പിന്നെ നിൻ്റെ വീട്ടിലുള്ളവർ വല്ലവരും കണ്ടു കാണും. കാരണം അങ്ങനെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് അറിയത്തില്ല. നല്ല കാര്യം നീ എന്നെ ഓർപ്പിച്ചത്. വേണ്ട, പോട്ടെ. ഇനി ഞാൻ പറയാം, ഇവൻ്റെ മാനസികരിപ്പ് എന്താണെന്നുള്ള ഓടിയില്ല. ഞാൻ ചേർത്ത് ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഞാൻ കള്ളു കുടിക്കും, അതാ മറിച്ചത് ഓരോ ഞങ്ങൾ തമ്മിലുള്ള എഴുത്തുകൾ ഞാൻ ഇപ്പം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഒക്കത്തില്ല. എന്തിന് ഇവനോട് പറയാ, വീട്ടുകാർക്ക് സ്വൈര്യം കൊടുക്കത്തില്ല, കുടുംബത്തിൽ സ്വൈര്യം സമാധാനം കൊടുക്കത്തില്ല, നാട്ടുകാർക്കും ഇല്ല. അപ്പം ഞാനിവനോട് ചോദിച്ചു, എൻ്റെ മോനെ, നിൻ്റെ കുടുംബത്തിലെ കാര്യം നീ നോക്കിയാൽ പോരായോ? എൻ്റെ കുടുംബത്തിലെ കാര്യം നീ അന്ന് നോക്കുന്നത്. പക്ഷേ എനിക്കവനെ കുറ്റം പറയാനൊക്കത്തില്ല. എനിക്കൊരിളയ മരുമോനുണ്ട്, അവൻ ഏത് തന്തയ്ക്ക് പറഞ്ഞതാണെന്ന് എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം
അവൻ എന്നെ കാശ് വഞ്ചിച്ച് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി നടന്ന് എന്തുമാത്രം വഹിച്ചെടുക്കാമോ, ഏതെല്ലാം വെച്ച് വഹിച്ചെടുക്കാമോ എന്നിട്ട് പിണങ്ങി മാറിയിരിക്കുന്ന സ്വഭാവമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ഇവനും അതേ തന്നെ. എൻ്റെ ചട്ടമൊന്നും ഞാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ പോലീസ് കോടതിയിലും ജയിലിലുമൊക്കെ പോകേണ്ടി വരും, പറയുന്നില്ല. വേണ്ട, ഇവന് ഈ രാജൻ മാത്യു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എന്നെക്കുറിച്ച് എൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കും? ഞാനവിടെ ഡയറി എടുത്തു, ഇടവകയുടെ ഡയറി എടുത്ത് നോക്കിയപ്പോൾ രാജൻ വർഗീസ് അവന് മാർബസ്വലിയോസ് പ്രാർത്ഥനയോത്ര അംഗമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇടാ നിനക്കിതൊക്കെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു? നീ അറിയാതെ മൂടില്ല. നിൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയവനായിരുന്നു അറിയാതെ മൂടില്ല കുഞ്ഞപ്പൻ. നീയും അവൻ മരിച്ചുപോയി. അവനും നീയുമായിട്ട് എന്താ ബന്ധം? കുഞ്ഞപ്പൻ്റെ മോനുണ്ട് സജി, അവനും മരിച്ചുപോയി. അവനുമായിട്ട് നിനക്ക് എന്താ ബന്ധമെന്ന് ഞാൻ ചോദിച്ചു. അവൻ അതിന് മറുപടി തരുന്നില്ല. അപ്പോഴതിനോട് പറഞ്ഞ് എൻ്റെ കൊച്ചുമോൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ കാനഡയില്ല, അവനുമായിട്ടല്ലാതെ വേറെ എൻ്റെ മൂത്ത മക്കളുമായിട്ടൊന്നും ഇവന് ബന്ധം ഉണ്ടാകാൻ നിൽക്കുന്നില്ല. എൻ്റെ ഇളയമോടെ രണ്ടാമത്തെ മോനുമായിട്ട് കൂട്ടുകെട്ടാനും ഒക്കത്തില്ല. മൂത്ത മോൻ ശരൺ, അവനായിരിക്കണം. ഞാൻ മോനെ വിളിച്ചു കാനഡയിൽ. അപ്പോൾ എന്തോ വെച്ചാൽ മോനെ വെറുതെ വിളിച്ചാൽ എന്തുകൊണ്ട് വിശേഷം? ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവിടുത്തെ പ്രശ്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനൊരാളുടെ നീ അറിയുമോ? ഇയാളുമായിട്ട് നിനക്ക് കൂട്ടുകെട്ടുണ്ടോ? അപ്പോൾ എനിക്ക് ഓർമ്മ ഞാനിങ്ങനൊന്നും ആരുമായിട്ട് കൂട്ടുകെട്ടാൻ പോയിട്ടില്ല. പോരായോ? അവിടുന്ന് എനിക്ക് മനസ്സിലായി ഈ തന്തയ്ക്ക് പറക്കാത്ത ഇടയ മരുമോൻ അവൻ നേരെ എന്നെ മുന്നേ വരച്ചില്ല. ഈ അടുത്ത പറ്റൊരു കല്യാണത്തിന് പോകണൊക്കെ തന്നെയും അവൻ എൻ്റെ മുന്നേ വന്നില്ല. പാട്ടും പറഞ്ഞ് എവിടെ ഒളിച്ചിരുന്ന് വെച്ച് ഞാൻ മാറി വേറൊരു എൻ്റെ റിലേഷനിൽ സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ ഭാര്യ അടുത്തിടെ മോള് വന്ന് സംസാരിച്ചിട്ട് പോയി. അപ്പോഴും എൻ്റെ മുന്നേ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, മക്കളെ, ഈ തന്തയ്ക്ക് പറക്കാത്ത രാജൻ മാത്യു അവൻ്റെ പ്രാർത്ഥന യോഗത്തിൽ ഞാൻ ഓർത്തഡോക്സ് സഭയില്ല. ഈ രാജൻ മാത്യുവിന് അറിയത്തില്ല. അല്ല ഇന്ന് ജീവനോടുള്ള ഒരുവിധമായ ഒരു പുരോഹിതോ ഈവൻ കാതോലിക്കയക്കാൻ എന്നെക്കാൾ പ്രായക്കുറവാണ്. 64 ഞാൻ പുരോഹിത വരയ്ക്ക് പോകേണ്ടവനായിരുന്നു. ഞാൻ പോയില്ല. എന്തുകൊണ്ട്? എൻ്റെ നിമിത്തം എൻ്റെ സൃഷ്ടാവിൻ്റെ നാമം ദുഷിക്കപ്പെടുവാനിടയാകരുത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു പുരോഹിതനും എന്നെക്കാൾ പ്രായമുള്ളവരുണ്ടല്ലോ, അവിടുന്ന് എൻ്റെ മുന്നിൽ സംസാരിക്കുന്ന ഇപ്പോൾ പുത്തയാവിലെ വികാരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ മഴ തീർന്ന ഉടനെ ചെയ്യാം. എവിടാ? ഒരു പള്ളി നശിച്ചാൽ ഈ പുരോഹിത വർഗത്തിന് ഒരു പ്രശ്നമില്ല. വിശ്വാസികൾ പറയൂ, നമ്മുടെ പള്ളി ഇത്രയും പഴക്കമുള്ള പള്ളിയായിരുന്നല്ലോ, അത് നശിച്ചു പോയി, ഉടനെ നമുക്ക് നല്ല പള്ളി പണിയാം. കോടികൾ കൊടുക്കും അവർ, വിശ്വാസികളെല്ലാം കൂടെ. ഇനിയുള്ള കാലം അത് കിട്ടത്തില്ല. അത് സ്വപ്നത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. കാരണം ഞാൻ പറയാം, പുത്തിയാപ്പള്ളി എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ്. അവിടെ പീഡോക്സിനോസ് തിരുമേനിയുടെ പേരിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന് വേണ്ടി ബസ് മേടിക്കാനായിട്ട് കാശ് വേണം. അതറിഞ്ഞിട്ട് ഒരു നല്ലവനായ പയ്യൻ, ഗൾഫിലുള്ളവരാണ്, അവൻ 10 ലക്ഷം രൂപ കൊടുത്തു. ആ കാശ്, ഒരു കാര്യം ഞാൻ പറയാം, ഈ ചക്കരയും കല്ലും തെറ്റുന്നവരുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ. ഏതായാലും കൊള്ളാം. അന്നത്തെ വികാരിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം
ഞാൻ പറഞ്ഞു മടുത്തു. അവരെ ഒരു കള്ളൻ വേറെ ആരുമില്ല. പോട്ടെ, ഇവരെ ഈ പുരോഹിതൻ എവിടെയോ ഒരു ബസ് കണ്ടുപിടിച്ച് വിലയില്ലാതെ ചോദിച്ചു. അത് എത്ര വിലയ്ക്കാ മേടിച്ചതെന്നും ഞാൻ ചോദിക്കാതെ പറയാതെ പോയില്ല. എത്ര തന്നെയായാലും ബസ് മേടിക്കാൻ തയ്യാറായി കണ്ടുവച്ചു. നമ്മൾ സാധാരണ ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോൾ അതൊരു മെക്കാനിക്കിനെയും കൊണ്ട് പോയി പരിശോധിച്ചതിന് ശേഷം ആ വണ്ടി മേടിക്കുന്നത്. ഇതങ്ങനല്ല, വിപരീതമാണ്. വണ്ടി മേടിച്ച് കഴിഞ്ഞ കാശ് കൊടുത്ത് കൊണ്ടുവരാൻ പോകുമ്പോൾ മെക്കാനിക്കിനെ കൊണ്ടാ പോലെ പുരോഹിതന് തന്നെ അറിയാം ഇത് വഴി നിൽക്കുമെന്നുള്ളത്. പോരായോ? ഇതാണ് ആ അന്നത്തെ പുരോഹിതൻ്റെ വേല. അതിൻ്റെ ബാക്കി പുത്തങ്കാപ്പള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആർഭാടങ്ങൾക്ക് കുറവൊന്നുമില്ല. എല്ലാം ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും നല്ല നല്ല ആഹാരങ്ങൾ രാവിലെ കിട്ടും. അതിനൊന്നും കുറവില്ല. എന്നാൽ പള്ളി നശിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും നോക്കാൻ സമയമില്ല. ഞാനൊരു മാന്യ വ്യക്തിയോട് ചോദിച്ചാൽ പറഞ്ഞു, അനങ്ങണ്ട, അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ. കാരണം അദ്ദേഹത്തിന് ഇതിന് പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇത്ര പറഞ്ഞുള്ളൂ. ഏതായാലും കൊള്ളാം. ഞാൻ പറഞ്ഞത്, മക്കളെ, ഇന്ന് ഒരു മനുഷ്യനും ആത്മാർത്ഥതെന്ന് പറഞ്ഞില്ല. എൻ്റെ ഇളയ മോനും മോളും മരുമോനുമാണ് എൻ്റെ ഇത് മുഴുവൻ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. എന്തിന്? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റീൽ സെറ്റ് വരെ ഞാൻ ഇവർക്ക് കൊണ്ട് കൊടുത്തതാണ്. എന്തിന്? കള്ളു കുടിക്കാനുള്ള ക്രിസ്റ്റൽ ഗ്ലാസ് വരെ ഇവർക്ക് ഞാൻ കൊണ്ടു കൊടുത്തതാണ്. പാർക്കർ പെന്ന് പിള്ളേർക്ക് ബോൾ പെൻ വേണ്ട, മഷി കൊണ്ടിരുന്ന പേനമാണെന്ന് പറയും. എൻ്റെ കബോർഡ് തുറന്നു കൊടുത്തേച്ചു. അവർക്ക് എൻ്റെ ഇളയ മോക്കറിയാം എന്തൊക്കെ എൻ്റെ വീട്ടിലുണ്ടെന്നുള്ളത്. അതനുസരിച്ച് അവിടെ ആവശ്യമായിട്ട് വരുന്നത് തുറന്ന് വെച്ചു കൊടുത്തു, എടുത്തോണ്ട് പോയി. ഏതായാലും എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ തിരീരാ ലക്ഷങ്ങൾ എന്നെ കള്ളം പറഞ്ഞ് വഞ്ചിച്ചേച്ച്. അത് ഞാൻ ചോദിച്ചതിന് എന്നോട് പിണങ്ങിയേച്ച്. ഇപ്പം ഈ തെറ്റുവാസി അറിയാതെ പിള്ള ഈ തെറ്റുവാസി എന്തെങ്കിലും കോപ്പല്ല ചെയ്യുമെന്ന് കണ്ടാന്നു. ഇവൻ്റെ പ്രാർത്ഥന യോഗത്തിൽ ചെന്ന് ഞാൻ പറയുന്നത് ഈ മെസ്സേജ് മുഴുവൻ കാണിക്കും. അവനാണോ ഒരു ക്രിസ്ത്യാനി? അവൻ്റെ അപ്പനൊക്കെ പ്രായമുള്ള എന്നോട് പറയാ, നിന്റെ താഴത്തെ പൂട വരെ നരച്ചതാണെന്ന്. ഞാൻ അവനെന്താ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാനൊരു രക്ഷ നിയമിക്കാനാ. ഒരു തരികളെ അറിയാത്തവനല്ല. അവനത് അറിയത്തില്ല, അതുകൊണ്ടാണ്. പോട്ടെ, ഞാനിപ്പോൾ ഇത്രേ വന്നുള്ളൂ. ഏതായാലും ഈ രാജൻ മാത്യു അവനെ ഞാൻ അടുത്ത ഞായറാഴ്ച പ്രാർത്ഥന യോഗത്തിൽ പോയി അവിടെ സെക്രട്ടറിയോടും പ്രസിഡൻറ്റോടും എല്ലാം ആദ്യം പറയും. ഏതെങ്കിലും പുരോഹിതനുണ്ടെങ്കിൽ അവനോടും പറയും, ഈ മെസ്സേജും കാണിക്കും. ഇതാണോ ഇവനെന്തിനായി പ്രാർത്ഥന യോഗത്തിൽ വന്നത്? ഒരു പ്രായമായ മനുഷ്യരോട് പറയേണ്ടതാണോ? മധുവായി കാണിച്ചത് തെറ്റിൻ്റെ പുരോഹിതന്മാർ. ഞാൻ എഴുതി, ഇവർ എന്തിനു വേണ്ടി, ദൈവത്തിന് വേണ്ടിയാണോ ഈ അടി കൂടുന്നത്? അല്ല, ദ്രവ്യത്തിന് വേണ്ടിയാണെന്ന് എഴുതിയത് പിടിച്ചില്ല. അതേ കാരണം പറഞ്ഞാൽ എന്നോട് വന്ന്, പോയി പണി നോക്കടാ, നിന്നെ ഞാൻ കണ്ടോളാം, ഞാൻ അടിക്കും വഴക്കിനും വരത്തില്ല, നീ അനുഭവിക്കും അല്ലാതെ.